പ്രയത്നാത് യതമാനഃ അധികം യതമാനഃ ഇത്യർത്ഥഃ. തത്ര യോഗി വിദ്വാൻ സംശുദ്ധകിൽബിഷഃ വിശുദ്ധകിൽബിഷഃ സംശുദ്ധപാപഃ അനേകേഷു ജന്മസു കിഞ്ചിത് കിഞ്ചിത് സംസ്കാരജാതം ഉപചിത്യ തേന ഉപചിതേന അനേക ജന്മ കൃതേന സംസിദ്ധഃ അനേക ജന്മ സംസിദ്ധഃ തതഃ ലബ്ധ സമ്യക് ദർശനഃ സൻ യാതി പരാം പ്രകൃഷ്ടാം ഗതി. അപ്പൊ പ്രയത്നപൂർവം യത്നിക്കുന്നവൻ വ്യക്തമാണ്. അധികം യതമാനഃ ഇത്യർത്ഥ. അധികാധികം പ്രയത്നിക്കുന്നവൻ. തത്ര യോഗി വിദ്വാൻ യോഗി വിദ്വാൻ സംശുദ്ധ കിൽബിഷഃ പാപമെല്ലാം പോയി സംശുദ്ധമായി കഴിഞ്ഞു. എങ്ങനെയത്? വിശുദ്ധ കിൽബിഷഃ സംശുദ്ധ പാപഃ പാപമെല്ലാം നീങ്ങി ശുദ്ധായി. അനേകേഷു ജന്മസു കിഞ്ചിത് കിഞ്ചിത് സംസ്കാരജാതം ഉപചിത്യ ഉപചിത്യ ഓരോ അനേക ജന്മങ്ങളിൽ കുറച്ച് 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 സമ്പാദിച്ചിട്ട്. അത് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരു വലിയൊരു കല്ല് 50 അടി അടിച്ചാൽ പൊട്ടുമെന്ന് വിചാരിക്കുക. അയാൾക്കറിയാം 50 അടി അടിച്ചാൽ പൊട്ടുന്നു? അയാൾക്കറിയില്ല. അയാൾക്കറിയാം എത്രയേ ഉള്ളൂ, പൊട്ടണവരെ അടിക്കണം, പൊട്ടണവരെ അടിക്കാൻ തയ്യാറാ. പക്ഷേ ശാസ്ത്രജ്ഞനറിയാം അത് 50 അടി അടിച്ചാൽ പൊട്ടും. ഒരാള് 49 അടി അടിച്ച് ക്ഷീണിച്ച് പോയി കടയിൽ പോയി, കേരളമാണ്, പൊറാട്ടയും അല്ലേ, പൊറാട്ടയും ചായയൊക്കെ കഴിച്ചു, ഇറച്ചിയൊക്കെ കഴിച്ച് വന്ന് ഒരൊറ്റയടി പൊട്ടി. അപ്പൊ പുതുതായിട്ട് വരുന്ന ഒരാൾ കാണുന്ന എന്താ? അയ്യോ എന്തൊരു അത്ഭുതം, അത് ഒറ്റയടിക്ക് ഇത്ര വലിയ കല്ല് പൊട്ടിച്ചുല്ലോ. ശരി. മറ്റൊരാൾ 20 അടി അടിച്ചു പോയി വന്നു, ഇനി 30 അടി അടിച്ചാൽ പൊട്ടും. വേറൊരാൾ 40 അടി അടിച്ചിട്ടാ പോയത്, അയാൾക്ക് ഇനി 10 അടി അടിച്ചാൽ പൊട്ടും. ഇത്രയാണ്. ഓരോ ജന്മത്തിലും കുറച്ച് 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 സഞ്ചയിച്ച് അങ്ങനെ ഈ സാധനാ സംസ്കാരം കൊണ്ട് പൂർണ്ണതയിലേക്ക് എത്തി. അതാണ് അനേക ജന്മ സംസിദ്ധ അനേക ജന്മ സംസിദ്ധ കിഞ്ചിത് സംസ്കാരജാത ഉപചിത്യ ഉപചിത്യ കുറച്ച് 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 സഞ്ചയിച്ച് സഞ്ചയിച്ച് സഞ്ചയിച്ച്. പണ്ടൊക്കെ നമുക്കൊരു മണ്ണിൻ്റെ ഭണ്ഡാരമൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ? കൊച്ചുകുട്ടികളാകുമ്പോൾ 10 പൈസ 5 പൈസ 1 പൈസ 2 പൈസ ഒക്കെ ഇട്ട് വെച്ച് അങ്ങനെ സഞ്ചയിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല, ഇപ്പോൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ശരി. ഏതായാലും അങ്ങനെ കുറച്ച് കുറച്ച് സഞ്ചയിച്ച് ഉപചിതേന അനേക ജന്മ സംസ്കൃതേന സംസിദ്ധ ലബ്ധ സമ്യക് ദർശനനായിട്ട് ശരിയായ ദർശനത്തെ നേടിയിട്ട് പരാം പ്രകൃഷ്ടാം ഗതിം യാതി പരമമായ മോക്ഷഗതിയെ നേരത്തെ പറഞ്ഞു, അത് വീണ്ടും ആവർത്തിക്കുന്നില്ല, അവിടെ അതിനെ പ്രാപിക്കുന്നു. യസ്മാദേവം തസ്മാത് യാതൊരു കാരണം കൊണ്ട് ഇങ്ങനെയാണോ അതുകൊണ്ട്. യസ്മാദേവം തസ്മാത് എന്ന് പറഞ്ഞാൽ യാതൊരു കാരണം കൊണ്ട് ഇങ്ങനെയാണോ അതുകൊണ്ട്. തപസ്സേഭ്യോധികോ യോഗി ജ്ഞാനേഭ്യോപി മതോധികഃ കർമ്മേഭ്യശ്ചാധികോ യോഗി തസ്മാത് യോഗി ഭവാർജുന. തപസ്സേഭ്യോധികോ യോഗി ജ്ഞാനേഭ്യോപി മതോധികഃ കർമ്മേഭ്യശ്ചാധികോ യോഗി തസ്മാത് യോഗി ഭവാർജുന. തപസ്സിഭ്യഃ അധികഃ യോഗി. തപസ്സികളെക്കാൾ കേമനാണ് യോഗി. തപസ്സി യോഗിയല്ലേ? അതെ. പിന്നെ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഒരു വിഷയത്തെ
പ്രശംസിക്കുമ്പോൾ അതിനെ അങ്ങോട്ട് പ്രശംസിച്ച് പൊക്കി മറ്റെല്ലാത്തിനെയും ഒന്ന് താത്തി പറഞ്ഞ് ഇതിലേക്ക് സാധകനെ പ്രേരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ആചാര്യന്മാരുടെ ഒരു സ്വഭാവമാണ്. ഇപ്പൊ വൈഷ്ണവ പുരാണങ്ങളിൽ പറയും, ശൈവ പുരാണങ്ങളൊന്നും ഇതിൻ്റെ 1000 അയലത്ത് അടുക്കില്ല. അതേ ആൾ എഴുതിയ ശൈവ പുരാണത്തിൽ പോയാലോ വൈഷ്ണവ പുരാണമൊന്നും ഇതിൻ്റെ 1000 അയലത്ത് അടുക്കില്ല പറയും. അത്രയേ ഉള്ളൂ. കർമ്മയോഗ സാധന ഉപദേശിക്കുമ്പം പറയും ലോകത്തെ ഏറ്റവും നല്ല സാധന കർമ്മയോഗ സാധനയാണ്. അത് കഴിഞ്ഞ് ഭക്തിയോഗം പറയുമ്പം പറയും എടോ അതൊക്കെ പണ്ട് കാലത്ത്, ഇപ്പം ഭക്തിയാണ് നല്ലത്. ജ്ഞാനവിധാനം ശ്രവണമരണ നിത്യാസങ്ങളെ കുറിച്ച് പറയുമ്പം പറയും ഇതാണ് ഏറ്റവും ശ്രേഷ്ഠം. അത് ഓരോ മാർഗത്തിൽ അധികൃതൻ അതത് മാർഗത്തിൽ പ്രേരണ നൽകാന്നേ ഉള്ളൂ. അതിവിടെ മനസ്സിലാക്കണം. അപ്പം ഇപ്പം യോഗത്തെ പറ്റി പറഞ്ഞ പ്രകൃതമാണ്. അതുകൊണ്ട് യോഗ പ്രശംസ ചെയ്യുന്നു. തപസ്സികളെക്കാൾ എത്രയോ കേമനാണ് യോഗി. ജ്ഞാനിഭ്യഹാഭിമതഃ, ജ്ഞാനികളെക്കാൾ കേമനാണ് യോഗി. ജ്ഞാനികളെക്കാൾ കേമനാണ് യോഗി. ഇതേ ആള് തന്നെയാ കുറച്ച് കഴിഞ്ഞാൽ പറയണത് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ, ജ്ഞാനത്തെ പോലെ പവിത്രമായിട്ട് വേറൊന്ന് ഇല്ല എന്ന്. അത് പറയുമ്പോൾ ഇത് പറയുമ്പോൾ അത്രയേ ഉള്ളൂ. അതവിടെ ഇതിവിടെ. ഈ യോഗി വിജ്ഞാനിയല്ലേ, ഇത് സാധനയല്ലേ, സാധനയിലേക്കാ പ്രേരിപ്പിക്കണത്. കർമ്മിഭ്യശ്ചാധികോ യോഗി, കർമ്മികളെക്കാൾ കേമനാണ് യോഗി. തസ്മാത്, അതുകൊണ്ട് ഹേ അർജുന, അർജുന നീ യോഗിയായി തീരൂ, യോഗി ഭവ, നീ യോഗിയായി തീരൂ. ഇവിടെ അനുഷ്ഠാനം, എന്തെങ്കിലും അനുഷ്ഠാനം ഉണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഒരു അനുഷ്ഠാനം ഇല്ലാണ്ട്, ശാസ്ത്രബോധം ഇല്ലാതെ, തത്വജ്ഞാനം ഇല്ലാണ്ട് ഞാൻ തപസ്യാന്നും പറഞ്ഞ് വെറുതെ കഴിഞ്ഞു കൂടിയിട്ട് എന്ത് കാര്യമുള്ളത്? ചാപ്പാട് കഴിക്കൂല. എന്താണ് നീ ഭക്ഷണം കഴിക്കാത്ത? ഇന്നെന്താഴ്ചയാണ്? തിങ്കളാഴ്ചയാണ്. പിറ്റേന്ന് എന്താ ഭക്ഷണം കഴിക്കാത്ത? ചൊവ്വാഴ്ചയാണ്. ഇന്നെന്താ കഴിക്കാത്ത? ഇന്ന് ബുധനാഴ്ച. എന്നാ പിന്നെ ആശുപത്രിക്ക് പോവാ വയ്യ. കഴിച്ചൂടെ കിട്ടുമ്പോ? ഈ പറഞ്ഞതുകൊണ്ട് നാളെ വ്രതങ്ങളൊന്നും വേണ്ടാന്ന് ചെയ്താൽ സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞേക്കരുതേ. അത് വേറെ പ്രകൃതം, ഇത് വേറെ പ്രകൃതം. അതായത് തത്വജ്ഞാനമില്ലാതെ കേവലം തപസ്സെന്ന് പറഞ്ഞ് ചാപ്പാട് കഴിക്കാണ്ട് ഒറ്റക്കാലിൽ നിന്ന്, അല്ലേ, ഒറ്റക്കാലിൽ നിൽക്കുക, ഒരു കൈ പൊന്തിച്ച് നിൽക്കുക, അവസാനം കൈ താത്താൻ വയ്യ. എന്ത് കാരണം? 10 കൊല്ലം കൈ പൊന്തിച്ചിട്ട് അങ്ങനെ ആയിപ്പോയി, പിന്നെ താത്താൻ വയ്യ. അതെ, എങ്ങനെ കണ്ടു? നിന്നുറങ്ങി ഇപ്പൊ കിടന്നുറങ്ങാൻ വയ്യ, നിന്നുറങ്ങാം. അങ്ങനെയുണ്ട്. തമാശയല്ല, അവരാരെയും മോശം പറയല്ല, അതൊക്കെ തപസ്സിന്റെ ഭാഗമായിക്കോട്ടെ, മോശമാക്കി പറഞ്ഞതല്ല. പക്ഷെ അങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടുന്നവരുണ്ട് ധാരാളം. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു യാഗം നടത്തുക, കേരളത്തിൽ തന്നെയാണ്. അപ്പോൾ ഉത്തരഭാരതത്തിൽ നിന്ന് കുറേ സാധുക്കൾ ഒക്കെ ക്ഷണിക്കപ്പെട്ടു. അങ്ങനെയൊക്കെ അവർ വന്നു. അപ്പോൾ അവർ വന്നപ്പോൾ ഇതിൽ 10-12 പേര് നിന്നുറങ്ങണവരാ. ഭഗവാൻ ഇപ്പം എന്താ ചെയ്യാതായി. ഞാനുണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ അവിടെ. അപ്പം ഇവിടുത്തെ വലിയ ഈ യജ്ഞത്തിൻ്റെ ഒക്കെ ആചാര്യനായിട്ടുള്ള വലിയ മഹാനാണ്. അതേ എന്താ, അതെ തമാശയല്ല, ഈ മോശമായിട്ട് പറഞ്ഞല്ല, മഹാനാണ് അദ്ദേഹം, മഹാനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ചോദിച്ചു, അല്ല സ്വാമി ഇപ്പം എന്താ ചെയ്യാച്ചപ്പോൾ നിൽക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, അല്ലാണ്ട് എന്താ? അവസാനം ആലോചിച്ചു, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവസാനം ഇതില്ലേ, എന്താ ഈ ടാറിൻ്റെ വീപ്പ, അതെ ടാറിൻ്റെ വീപ്പ, 12 വീപ്പ കൊണ്ടുവന്ന് അതിൻ്റെ പുറത്ത് ചാക്ക് മൂടിയിട്ട് ഓരോരുത്തർക്ക് കൊടുത്തു. ഇതെല്ലാവരും നിന്ന് ഉറങ്ങിക്കോളൂ. ഇത് കഥയാന്ന് വിചാരിക്കരുത്, ഉണ്ടായ സംഭവമാണ്. 12 വീപ്പ വെച്ചു, എന്നിട്ട് ചാക്ക് കൊണ്ടൊരു കവറിട്ട് എല്ലാവരും നിന്നുറങ്ങും. അത് അവരത് ചിന്തിക്കാൻ പാടില്ല, അത് അവരുടെ നിഷ്ഠയാണത്. അവരതിലെന്തോന്ന് കണ്ടിട്ടുണ്ടാവും, നമുക്കറിയില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇല്ലാത്ത സംഘടന എത്ര സുഖമുണ്ട് ആ ചാക്കിലൊന്ന് വിരിച്ച് കിടന്നുറങ്ങിയാൽ. ആ ചാക്ക് വിരിച്ചിട്ട് ഇനി തണുപ്പാറ്റുകൊണ്ട് ഈ വീപ്പേൻ്റെ ഉള്ളിലേക്ക് കയറി കൂടിയാലും സുഖ.
ഇങ്ങനെ എന്താണെന്നറിയാണ്ടുള്ള പല കൂട്ടം തപസ്സുകളും ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരാളെ എത്രയോ കൊല്ലം കൈ പൊന്തിച്ചു തന്നതാ, അവസാനം കൈ താത്താൻ വയ്യ, അങ്ങനെ ആയിപ്പോയി. പ്രത്യേകിച്ച് തണുപ്പ് സ്ഥലമാണ്, ഹിമാലയത്തിലാണ്. മിണ്ടാണ്ട് വെക്കുക. ഒരു 5 കൊല്ലം മിണ്ടാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ശബ്ദത്തിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടാവില്ല, പിന്നെ എല്ലാം ശുഷ്കായി പോകും. അവരെ ത്രോട്ട് പ്രോസസ് എന്താന്ന് അവർക്കല്ലേ പറയുള്ളൂ, നമുക്കറിയോ? എന്നാലും ഇല്ല. അപ്പോ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള തപസ്സികളെക്കാൾ കേമനാണ് ശാസ്ത്രീയമായി അനുഷ്ഠാനം ചെയ്യുന്ന യോഗി. ഇനി വേറെ ചിലരുടെ ജ്ഞാനികൾ കേവലം ശാസ്ത്ര പാണ്ഡിത്യം മാത്രം. ഉപനിഷത്ത് എന്ത് പറഞ്ഞു? ഗീത എന്ത് പറഞ്ഞു? ബ്രഹ്മസൂത്രം എന്ത് പറഞ്ഞു? അദ്വൈത സിദ്ധി എന്ത് പറഞ്ഞു? സിദ്ധാന്ത ബിന്ദു എന്ത് പറഞ്ഞു? ഖണ്ഡന ഖണ്ഡകാദ്യം എന്ത് പറഞ്ഞു? സംക്ഷേപ ശാരീരികത്തിൽ എന്താ പറഞ്ഞത്? എത്രാമത്തെ സൂത്രത്തിന്റെ ഇന്ന വൃത്തിയിൽ ഇന്ന ആചാര്യൻ എന്ത് പറഞ്ഞു? ഈ ഇങ്ങനെ തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെട്ട് കാലം കഴിക്കുക. അവിദ്യ ജീവഗതമാണോ അല്ല ബ്രഹ്മഗതമാണോ? ചർച്ചയാണ്. ദിവസങ്ങളോളം ചർച്ച നീളുന്നു. എന്താ ചർച്ചയുടെ വിഷയം? അവിദ്യ ജീവഗതമാണോ ബ്രഹ്മഗതമാണോ? ഒരിക്കല് ഈ പറയണ ഞാൻ ക്ഷണിക്കപ്പെട്ടു, ചെന്നപ്പോൾ വിഷയം ഇതാണ്: അവിദ്യ ജീവഗതമാണോ ബ്രഹ്മഗതമാണോ എന്നുള്ള വിഷയത്തിൽ ചിദാനന്ദ ഗുരുസ്വാമി അഭിപ്രായം രേഖപ്പെടുത്തും. ഞാൻ പറഞ്ഞു, അവിദ്യ ജീവഗതായാലും എനിക്കൊന്നുമില്ല, ബ്രഹ്മഗതായാലും ഒന്നുമില്ല. അവിദ്യ ആർക്കുണ്ടോ അവൻ അവിദ്യ ഉണ്ട്, നമുക്കതില്ല ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെ തന്നെയാ പറഞ്ഞു. ബ്രഹ്മഗത അവിദ്യ ചേത് സാ ഭവതു ഏവം, ജീവഗത ചേത് ഏവം ഭവതു. യസ്യ അവിദ്യ അസ്തി, ആർക്കാണോ അവിദ്യ ഉള്ളത് സഹതം നിവൃത്തിയർത്ഥം കരണീയം സാധന. അത്രയേ ഉള്ളൂ. അത്രേ പറഞ്ഞു, പ്രസംഗിച്ചു. ആ സോഴ്സിന്റെ ക്ലാരിറ്റി ഉണ്ടാക്കിക്കോളൂ. അതിൽ താല്പര്യമുള്ളവർക്ക്, വിദ്വാൻമാർക്ക് നല്ലതാണത്. പണ്ഡിതന്മാർക്ക് അതൊക്കെ പറ്റും. അങ്ങനെ പണ്ഡിതന്മാർക്ക് വാദപ്രതിവാദം ചെയ്ത് കീറി മുറിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം. അവരാണ് ശാസ്ത്രത്തെ താങ്ങി നിർത്തുന്നത്. അവരെ നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ നമുക്കതുകൊണ്ട് ഇപ്പോൾ ഒന്നും കിട്ടാൻ പോണില്ല. പാലിൽ എത്ര ഗ്രാം, എത്ര പെർസെന്റ് പ്രോട്ടീൻ ഉണ്ട്, എത്ര പെർസെന്റ് കാർബോഹൈഡ്രേറ്റ്, എത്ര പെർസെന്റ് അത്, എത്ര പെർസെന്റ് ഇത് എന്നൊക്കെ പഠിച്ച് 70 കൊല്ലം കഴിഞ്ഞു, ഒരു തുള്ളിപ്പാല് കുടിച്ചിട്ടില്ല. എന്ത് ചെയ്യും? വേണ്ടെന്നല്ല പറഞ്ഞു. അവരുടെ പഠനമാണ് നാളത്തേക്ക് സയൻസിനെ വികസിപ്പിക്കുന്നത്. പക്ഷേ നമുക്ക് കുറച്ചൊന്ന് അത് വല്ലതും കുടിച്ചു നോക്കിയാൽ തരക്കേടില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ജ്ഞാനികളെക്കാൾ കേമനാണ് യോഗി. പിന്നെ കർമ്മികൾ ചിത്തശുദ്ധിയർത്ഥം കർമ്മം ചെയ്യുന്നു, ഫലപ്രാപ്തിയർത്ഥം കർമ്മം ചെയ്യുന്നു. രണ്ടും ഉണ്ട്. കാമ്യകർമ്മമാണെങ്കിൽ ഫലപ്രാപ്തിക്ക്, നിഷ്കാമാണെങ്കിൽ ചിത്തശുദ്ധിക്ക്. രണ്ടിനേക്കാൾ കേമാണ് സാധകൻ. അതുകൊണ്ട് തപസ്സിഭ്യ അധിക യോഗി ജ്ഞാനിഭ്യ അപ്പി ജ്ഞാനം അത്ര ശാസ്ത്രപാണ്ഡിത്യ. തപസ്സിഭ്യ അധിക യോഗി ജ്ഞാനിഭ്യ അപ്പി ജ്ഞാനം അത്ര ശാസ്ത്രപാണ്ഡിത്യം. തദ്വദ്ഭ്യ അപ്പി മതഃ ജ്ഞാതഃ അധികഃ ശ്രേഷ്ഠഃ ഇതി. കർമ്മിഭ്യഃ അഗ്നിഹോത്രാദികർമ്മ തദ്വദ്ഭ്യഃ അധികഃ യോഗി വിശിഷ്ടഃ യസ്മാദ് തസ്മാദ് യോഗി ഭവ അർജുന. അപ്പൊ തപസ്സികളെക്കാൾ അധികനാണ് യോഗി, കേമനാണ്, ശ്രേഷ്ഠനാണ്. ജ്ഞാനികളെക്കാളും അധികനാണ് യോഗി. അവിടെ ഭാഷ്യകാരൻ പറയുകയാണ് ജ്ഞാനം അത്ര ശാസ്ത്രപാണ്ഡിത്യം. അപ്പൊ ജ്ഞാനികളെക്കാൾ കേമനാണ് യോഗി എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിന് അവിടെ ശരിയായ അർത്ഥം എടുക്കരുത്.
കേവലം പുസ്തകജ്ഞാനം, ശാസ്ത്ര പാണ്ഡിത്യം, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ഒരാൾ വേദാന്ത പ്രസംഗം ചെയ്യാൻ പോയി, വേദാന്ത പ്രസംഗം ചെയ്തു, പ്രസംഗം കഴിഞ്ഞ് ദക്ഷിണ കിട്ടി. സന്ദർഭവശാൽ ദക്ഷിണ എടുക്കാൻ മറന്നുപോയി. സന്ദർഭം അങ്ങനെ പറ്റാറില്ല, അന്ന് അങ്ങനെ സംഭവിച്ചു, മറന്നുപോയി. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 40-50 കിലോമീറ്റർ പോയിട്ടുണ്ട്. അപ്പോഴാണ് ഓർമ്മ വന്നത്, എന്ത്, ദക്ഷിണ എടുത്തിട്ടില്ല. പരിഭ്രമായി, വിയർത്തു, തല കറങ്ങുന്നുണ്ടോ, സംശയം, ആകെ പ്രശ്നമായി. എങ്ങനെ അത് അവതരിപ്പിക്കണം, ചുഴിഞ്ഞാലോചിച്ചു. അപ്പോഴത്തെ കാറ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. കാറിന് താനാണോ വാടക കൊടുക്കേണ്ടത്, കമ്മിറ്റിക്കാരാണോ? കമ്മിറ്റിക്കാരാണ്, താനല്ല. അപ്പോൾ കാർ അധികം ഓടിയാൽ തനിക്ക് പ്രയാസമുണ്ടോ ഇല്ലയോ? ഇല്ല. ഡ്രൈവറോട് പറഞ്ഞു, അത്യാവശ്യം ഒരു തിരിച്ചു പോകേണ്ട ഒരു കാര്യമാണ്. തിരിച്ചുപോയി. ഇക്കണ്ട ദൂരം 60 കിലോമീറ്റർ തിരിച്ചുപോയി. അവിടെ ചെന്ന്, ഞാനിവിടെ ദക്ഷിണ വെച്ച് മറന്നുപോയി, അത് എടുക്കാൻ വന്നതാ. അപ്പോഴത്തെ കമ്മിറ്റിക്കാരും ഇല്ല, ഒക്കെ പോയില്ല. രാത്രി വളരെ വൈകി. ഏതായാലും നല്ല കാലത്തിന് അവിടെ ഒരാളുണ്ട്, കാവൽക്കാരനോ ആരോ ആണ്. അവർ പോയി മുഴ അരിച്ചു പെറുക്കി നോക്കിയപ്പോൾ കവറുണ്ട്, ചില്ലാനോ ഉണ്ട്, ഒന്നും പോയിട്ടില്ല. അതുമായിട്ട് തിരിച്ചു പോകും. ഇതൊന്നും കഥ പറയാമെന്ന് വിചാരിക്കരുത്. അപ്പം ശാസ്ത്രജ്ഞാനം ഇല്ലേ? ഉണ്ട്. പണ്ഡിതരത്നം സ്വാമി ചിദാനന്ദപുരി. അതെ, പറയാൻ കൊള്ളാമെന്നല്ലാണ്ട് എന്തിനു കൊള്ളും? പ്രസംഗിക്കുക, ദക്ഷിണ വാങ്ങാം, വിദ്വാനായിട്ട് ലോകത്തിൽ അറിയപ്പെടാം, ഒക്കെ ചെയ്യാം. അതിൽ കവിഞ്ഞ ഒരു ഗുണവും ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ശാസ്ത്ര പാണ്ഡിത്യമാണ് ഇവിടെ ജ്ഞാനം. അങ്ങനെയുള്ളവരെക്കാൾ എത്രയോ കേമനാണ് യോഗി. കർമ്മിഭ്യ അഗ്നിഹോത്രാദി കർമ്മ, അഗ്നിഹോത്രാദി കർമ്മ തദ്വദ്ഭ്യ, അവയോടുകൂടിയ അത്തരം അഗ്നിഹോത്രാദി കർമ്മങ്ങളെ ചെയ്യുന്നവരെക്കാൾ എത്രയോ കേമനാണ് യോഗി. വിശിഷ്ട യസ്മാത് തസ്മാത്, യാതൊരു കാരണം കൊണ്ടോ അതുകൊണ്ട്, ഹേ അർജുന യോഗി ഭവ, നീ യോഗിയായി തീരൂ. അപ്പൊ അവിടെ ഈ യോഗിയായി തീരൂന്ന് ഇത്രക്കൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. എത്രയും പറഞ്ഞ ശ്രുതിക്ക് അത്രയും വിസ്തരിച്ചാ പറഞ്ഞ് എന്താണ് യോഗം എന്നുള്ളത്. എന്നാലും ഭഗവാൻ അറിയാം അവസാനത്തെ ദിവസം ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പം അവരിതിനു മുമ്പ് ഉള്ളത് കേട്ടിട്ടുണ്ടാവില്ല. അവർ തെറ്റിദ്ധരിക്കാൻ ഇവിടത്തെ കൊണ്ടല്ല പറയണത്, എന്നാലും പറയുകയാണ്, സാധ്യത ഉണ്ട്, തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഉപസംഹരിക്കണ സമയത്ത് ശാസ്ത്രസാരമായിട്ടൊന്ന് ഘടിപ്പിക്കുന്നു. എങ്ങനെ നോക്കൂ, യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. എല്ലാ യോഗികളിലും വെച്ച്, അതാണ് യോഗിനാം അപി സർവേഷാം, സർവേഷാം യോഗിനാം അപി, എല്ലാ യോഗികളിലും വെച്ച് മദ്ഗതേനാന്തരാത്മനാ, എന്നിൽ പ്രാപിച്ച അന്തരംഗത്തോടുകൂടി. അവിടെ നേരത്തെ എവിടെയാണ് ഞാൻ, എന്താ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഓർമ്മിച്ചോളണം. സർവഭൂതസ്ഥിതം മാം ഭജത്തി ഏകത്വമാസ്ഥിത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആത്മൗപമ്യേന സർവത്ര ഇത്യാദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സംശയം വരില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്നിൽ പ്രാപ്തമായ അന്ധക്കരണത്തോടുകൂടി യഹ ഭാജതേ, ആര് സേവിക്കുന്നുവോ, ആരെ, മാം, എന്നെ. എങ്ങനെ? ശ്രദ്ധാവാൻ, അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി. ശ്രദ്ധായുക്തമായി എന്നെ സേവിക്കുന്നുവോ, എന്നിൽ പ്രാപ്തമായ മനസ്സോടുകൂടി. അങ്ങനെയുള്ള ആള്
മേ യുക്തതമോ മതഃ, എന്നോട് അങ്ങേയറ്റം ചേർന്നവനാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തന്നെയാണവൻ, ഒരു സംശയവും ഇല്ല. ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്ന് പറഞ്ഞു, അവൻ ഞാൻ തന്നെയാണ്. ബ്രഹ്മസംസ്പർശം അശ്നുത എന്നൊക്കെ നേരത്തെ പറഞ്ഞു, അത് തന്നെ. ഇതിൽ പറയുന്നത് പറയാനില്ല. അപ്പം അവിടെ ഒറ്റ സംശയം വീണ്ടും ശേഷിച്ചു. മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ യോ മാം, എന്നെ എങ്ങനെയാണ് ഭഗവാനെ അങ്ങയെ വേർതിരിച്ചെടുക്കേണ്ടത് എന്നൊരു സംശയം വരുമ്പോൾ 7-ാം അധ്യായം ഉപദേശിക്കും. ഈ കാണാകുന്ന അക്ഷരാക്ഷര പ്രപഞ്ചത്തിൽ നിന്ന് പരം തത്വത്തെ വേർതിരിച്ച് നിർദ്ധാരണം ചെയ്യാൻ വേണ്ടി തുടർന്ന് 7-ാം അധ്യായം ഉപദേശിക്കും. ആ 7-ാം അധ്യായത്തിൻ്റെ സൂത്രമാണ് ഈ ശ്ലോകം. ഏതുപോലെ 6-ാം അധ്യായത്തിൻ്റെ സൂത്രഭൂതങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലായിരുന്നു. അതുകൊണ്ട് അർജുനൻ ചോദിക്കാതെ തന്നെ ഇതിൻ്റെ തുടർച്ച ഭഗവാൻ പറയും. അതാണ് 7-ാം അധ്യായം. അതിനുള്ള സൂത്രമാണ് ഇവിടെ ഇട്ട് വെച്ചത്, ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇത് വിസ്തരിക്കാൻ ചോദിക്കരുത്. ഇത് വിസ്തരിക്കുക എന്ന് പറഞ്ഞാൽ 7-ാം അധ്യായം അടുത്ത കൊല്ലം. പറയുന്ന ആളും കേൾക്കുന്ന ആളും മാറാം, മാറാതിരിക്കാം, പക്ഷെ പരിപാടി തുടർന്നുകൊണ്ടേ പോകണം. അതാണ്. വണ്ടി ഡ്രൈവർ ഇറങ്ങും, യാത്രക്കാരിറങ്ങും, പരിപാടി അടുത്ത കൊല്ലം 7-ാം അധ്യായം എന്നർത്ഥം. യോഗിനാം അപി സർവേഷാം മദ്ഗതേനാന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സ യുക്തതമോ മത, യുക്തതമഃ, അവൻ യുക്തതമനാണ്. എല്ലാവരും ഇവിടെ തന്നെ വന്ന് പഠിച്ചോളണമെന്നൊന്നുമില്ല. എവിടുന്നാണെങ്കിലും ഇതിൻ്റെ തുടർച്ച പഠിക്കുക. നിങ്ങളെല്ലാവരും അദ്വൈതാശ്രമത്തിൽ തന്നെ വന്ന് പഠിക്കണം, അങ്ങനെയൊന്നുമില്ല. അതിൻ്റെ ശുദ്ധിയോടുകൂടി ശാസ്ത്രം പഠിക്കണം, അത്രയേ ഉള്ളൂ. 7-ാം അധ്യായം, അവിടെ ഇതിൻ്റെ മറുപടി കിട്ടും. മാം, മാം എന്നെ. അത് സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കണം. അതിനനുസരിച്ചാണല്ലോ ഇപ്പോൾ ഇവിടെ പറയണത്. മാം എന്നുള്ളത് ചില സ്ഥലത്ത് സഖാവ് കൃഷ്ണൻ, ചില സ്ഥലത്ത് പാർത്ഥസാരഥിയായ സഖാവ് എന്ന് ചില സ്ഥലത്ത്. പിന്നിപ്പോൾ എനിക്കതെന്നറിയില്ല സഖാക്കൾ, നോക്കാം. എന്തായാലും ഇവിടെ ഇപ്പോൾ 5 കൊല്ലത്തേക്ക് ഒഴിവായി. ഇവിടെ നന്മണ്ട അല്ലേ, നറുക്കെടുപ്പിൽ വേറെ അല്ലേ കിട്ടിയേ. ശരി. ചില സ്ഥലത്തോ ദേവത എന്നുള്ള അർത്ഥമാണ്, ചില സ്ഥലത്ത് ഈശ്വരൻ എന്നുള്ള അർത്ഥമാണ്, ചില സ്ഥലത്ത് പരമാത്മാ ബ്രഹ്മം എന്നുള്ള അർത്ഥമാണ്. അപ്പം ഇവിടെ വാസ്തവത്തിൽ പരമാത്മാ എന്നുള്ള അർത്ഥമേ ഇവിടെ സ്വീകരിക്കാൻ പറ്റൂ ഈ സന്ദർഭത്തിൽ. അപ്പം യോഗികളിൽ വെച്ച് എന്നിൽ പ്രാപ്തമായ മനസ്സോടുകൂടി ശ്രദ്ധയോടുകൂടി എന്നെ ആര് ഭജിക്കുന്നുവോ എന്നുള്ള ഈ സന്ദർഭത്തിൽ ക്ഷരത്തിനും അക്ഷരത്തിനും അപ്പുറത്തുള്ള പരാപ്രകൃതിക്കും അപരാപ്രകൃതിക്കും ഉപരിയുള്ള പരമാത്മാവിനെയാണ് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അത് 7-ാം അധ്യായത്തിൽ സ്പഷ്ടമാക്കും. ഹേ അർജുന, എനിക്ക് 2 പ്രകൃതികളുണ്ട്, പരയും അപരയും. ഇത് 2-ൽ നിന്നും ഉപരിയാണ് എൻ്റെ സ്വരൂപം എന്ന് ഉപദേശിക്കും. അതവിടെ പഠിക്കാം. അപ്പോൾ യോഗിനാം അപ്പി സർവേഷാം രുദ്രാദിത്യാദി ധ്യാനപരാണാം മധ്യേ മദ്ഗതേന മയി വാസുദേവേ സമാഹിതേന അന്തരാത്മന അന്തഃകരണേന ശ്രദ്ധാവാൻ ശ്രദ്ധാനഃ സൻ ഭജതേ സേവത്തെ യഹ മാം സ മേ മമ യുക്തതമഃ അതിശയേന യുക്തഃ മതഃ അഭിപ്രേതഃ ഇതി. അപ്പോൾ യോഗികളിൽ വെച്ച്,
അവിടെ യോഗികൾ എന്ന് പറഞ്ഞാൽ യോഗസാധനാനുഷ്ഠാന നിരതരിൽ വെച്ച്. അപ്പൊ യോഗിയാവാൻ പറഞ്ഞു. യോഗി പല ജാതി യോഗിയാവാം. അതിലേറ്റവും കേമനായ യോഗി ആരാന്നാ പറയണത്? രുദ്രാദിത്യാദി ധ്യാനപരാണ, രുദ്രൻ ആദിത്യൻ തുടങ്ങിയ ദേവതകളെ ധ്യാനിക്കുന്ന യോഗികളിൽ വെച്ച്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇങ്ങനെയുള്ള സകല ദേവതകളെയും ധ്യാനിക്കുന്ന യോഗികളിൽ വെച്ച് എന്നിൽ സമർപ്പിതമായ മയി വാസുദേവേ സമാഹിതേന അന്തരാത്മന, എന്നിൽ പരമാത്മാവിൽ സമാഹിതമായ അന്തരാത്മാവോട് കൂടിയിട്ട്. സർവവസുക്കളെയും സർവദിക്കുകളെയും ദ്യോതിപ്പിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവനാണ് വാസുദേവൻ. അല്ലാതെ വസുദേവന്റെ മകൻ എന്നുള്ള അർത്ഥം അവിടെ എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ തെറ്റി. കാരണം അങ്ങനെയാണെന്ന് വെച്ചാൽ ശിവനെ ധ്യാനിക്കണോണ്ട് ഗുണമില്ല, ആദിത്യനെ ധ്യാനിക്കണോണ്ട് ഗുണമില്ല എന്ന് പറയുമ്പോൾ തന്നി വൈഷ്ണവനായി. അത് വയ്യ. നമുക്ക് വൈഷ്ണവായിട്ടോ ശൈവായിട്ടോ ഒന്നും പറയാൻ വയ്യ. പഠിപ്പിക്കണം, നല്ലതല്ലേ? സർവവസുക്കളെയും സർവദിക്കുകളെയും ദ്യോതിപ്പിക്കുന്നവൻ, പ്രകാശിപ്പിക്കുന്നവൻ പരമാത്മാ. ഭഗവാൻ തന്നെ അത് സ്പഷ്ടമാക്കുന്നുണ്ട്. യത് ആദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം യച്ചന്ദ്രമസി യച്ചാഗ്നൗ തത്തേജോ വിദ്ധിമാമകം എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. പിന്നെന്താ സംശയം? അത് ശ്രുതിയായിട്ട് ബന്ധിപ്പിക്കണം. ഏന സൂര്യസ്തപതി തേജസ്ദഹ നാവേദവിൻ മനുദേ തം ബൃഹന്തം. ഏതൊരു തേജസ്സിനാൽ ജ്വലിപ്പിക്കപ്പെട്ടിട്ടാണ് സൂര്യൻ തപിക്കുന്നത്, അതുമായിട്ട് ഘടിപ്പിക്കണം. അതിനെ ശ്രുതി സ്മൃതികളെ ഘടിപ്പിക്കണം. ശ്രുതി വിരുദ്ധമായിട്ട് സ്മൃതിയെ പറയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ആ പരമാത്മാവിനെ സമാഹിതമായ അന്തരാത്മാവോടുകൂടി, ശ്രദ്ധയോടുകൂടി, ശ്രദ്ധാവാൻ ശ്രദ്ധധാന സൻ ഭജതേ സേവതേ, സേവിക്കുന്നുവെങ്കിൽ, എവിടെ? സകല പ്രപഞ്ചവും അവിടുത്തെ ചമത്കാരമാണെന്ന ഭാവനയോടുകൂടി, എല്ലാം ആ ഭഗവാനാണെന്നുള്ള ധാരണയോടുകൂടി. ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന എന്ന് നേരത്തെ പറഞ്ഞു. ആ ഭാവനയോടുകൂടി സർവഭൂതസ്ഥിതം യോമാം ഭജത്യേകത്വമാസ്ഥിത എന്ന് സർവധാവർത്തമാനോപി നേരത്തെ പഠിച്ചു. ആ ഭാവനയോടുകൂടി ആര് ഭജിക്കുന്നുവോ സമേ യുക്തതമഃ അതിശയേന യുക്ത, അവൻ അതിശയേന എന്നോട് ചേർന്നവനാകുന്നു. ഇത് അഭിപ്രായതഃ, ഇതാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് 6-ാം അധ്യായത്തിൻ്റെ സാമാന്യ ഭാഷ്യ വ്യാഖ്യാനം. വിസ്തരിച്ച് പഠിക്കണമെങ്കിൽ ദീർഘകാലം വേണം. ഓരോ വാക്കും വിസ്തരിച്ച് പോകണമെങ്കിൽ നമുക്കൊരു മാസം ഇതേപോലെ ഇരിക്കാം. എന്നാ 6-ാം അധ്യായം ഒരുവിധം വിസ്തൃതമായി പഠിക്കാം. എന്നാലും തീരില്ല, എന്നാലും ഒരുവിധമൊക്കെ ആവാം. 6 ദിവസം കൊണ്ട് ഇങ്ങനെ മതി അല്ലേ? ഓം തത്സദിതി ശ്രീ മഹാഭാരതേ ശതസാഹസ്രിയാം സംഹിതായാം വൈയാസിക്യാം ഭീഷ്മപർവണി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ധ്യാനയോഗോ നാമ ഷഷ്ഠോധ്യായഃ, അല്ലെങ്കിൽ അഭ്യാസയോഗോ നാമ ഷഷ്ഠോധ്യായഃ. ഓം തത്സദിതി. എല്ലാം നമ്മൾ ഏത് കർമ്മത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും ഓം തത്സത്. എന്താ ഓം തത്സത്? ഓം തത്സദിതി നിർദ്ദേശോ ബ്രഹ്മണസ്ത്രിവിധ സ്മൃത. ഓം തത്സത് എന്ന് ബ്രഹ്മനിർദ്ദേശം 3 പ്രകാരത്തിൽ മാനിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇപ്രകാരം ശ്രീ മഹാഭാരതത്തിൽ ഐശ്വര്യയുക്തമായ മഹാഭാരതത്തിൽ മഹത്തും ഭാരവത്തുമായതിൽ, എന്തുകൊണ്ട് മഹത്ത്? വിഷയ മഹിമ കൊണ്ട്, വേദസാരമായതുകൊണ്ട്. എന്തുകൊണ്ട് ഭാരവത്ത്? അത്രയും ബൃഹത്തായതുകൊണ്ട്, ലക്ഷോപരി ശ്ലോകയുക്തമായതുകൊണ്ട്. അങ്ങനെ ബൃഹത്തും ഭാരവത്തുമായതിൽ, അഥവാ മഹത്തായ ജ്ഞാനപ്രകാശത്തെ രമിപ്പിക്കുന്നത് കൊണ്ട് മഹാഭാരതത്തിൽ. എങ്ങനെയുള്ളതിൽ? ശതസാഹസ്രിയാം സംഹിതായാം, 100 100, സഹസ്രം 1000, ശതസാഹസ്രി 100,000 ഉള്ളത് 1,00,000 ശ്ലോകങ്ങളുടെ സംഹിതയായ മഹാഭാരതത്തിൽ
എങ്ങനെയുള്ളതിൽ? വൈയാസിക്യം, വ്യാസനാൽ വിരചിതമായ മഹാഭാരതത്തിൽ, ഭീഷ്മപർവണി, 6ാമത്തെ പർവമായ ഭീഷ്മപർവത്തിൽ, ശ്രീമദ് ഭഗവത്ഗീതാസു, ശ്രീമദ് ഭഗവത്ഗീതകളിൽ. എന്താ നേരത്തെ ഏകവചനം പറഞ്ഞിട്ട് ഇവിടെ ബഹുവചനം? ബഹുമാനാധിക്യം കൊണ്ടാവാം, ഉപദേശാധിക്യം കൊണ്ടാവാം. ഉപനിഷത്സു, ഗീത ഉപനിഷത്തല്ല, ഗീത സ്മൃതിയുടെ ഭാഗമാണ്, ഉപനിഷത്ത് വേദത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ വേദസാരമായതുകൊണ്ട്, ഉപനിഷസാരമായതുകൊണ്ട് ഗീതയെ ഉപനിഷത്തായി മാനിക്കുന്നു. അങ്ങനെയുള്ള ഗീതോപനിഷത്തുക്കളിൽ ബ്രഹ്മവിദ്യായാം, ബ്രഹ്മവിദ്യയിൽ പശുക്കൾ പല വർണ്ണമെങ്കിലും, അങ്ങനെയാ പറയണത്, പാല് ഏകവർണ്ണമായിരുന്നു എന്ന് പണ്ട്. അതാണ് ഗവാം അനേകവർണ്ണാനാം ക്ഷീരസ്യാപി ഏകവർണ്ണത. ഉപനിഷത്തിലെ മന്ത്രം അത്. ഗവാം അനേകവർണ്ണാനാം ക്ഷീരസ്യാപി ഏകവർണ്ണത. പല വർണ്ണങ്ങളുള്ള പശുക്കളുടെ പാലിനൊരു വർണ്ണമാണ് എന്ന് വേദം പറയുന്നുണ്ട്. അപ്പം അതുപോലെ ഗ്രന്ഥങ്ങൾ അനേകം ഉണ്ടെങ്കിലും ബ്രഹ്മവിദ്യ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഏകവചനം. ബ്രഹ്മവിദ്യായാം, ബ്രഹ്മത്തെ ബോധിപ്പിച്ച് മുക്തിയെ നൽകുന്നത് ബ്രഹ്മവിദ്യ. കേവലം അങ്ങനെയുള്ള വിദ്യ പറഞ്ഞു നീറ്റ് പോവരുത്, അതിൽ അനുഷ്ഠാനം കൂടി പറയണം, അനുഷ്ഠാനത്തെ ഉപദേശിക്കണം. ഗീത അതും ഉപദേശിക്കുന്നുണ്ട്, അതുകൊണ്ട് യോഗശാസ്ത്രം. അങ്ങനെയുള്ളതിൽ ശ്രീകൃഷ്ണാർജുന സംവാദത്തിൽ, ഗുരുശിഷ്യ സംവാദത്തിൽ തർക്കം കൊണ്ട് നേടേണ്ടതല്ല, ഗുരുപദേശം വഴിക്ക് നേടേണ്ടതാണ്, പഠിക്കാൻ എളുപ്പമാണ്. അങ്ങനെയാവുമ്പോൾ അങ്ങനെയുള്ള ശ്രീകൃഷ്ണാർജുന സംവാദത്തിൽ ധ്യാനയോഗോ നാമ, ധ്യാനയോഗം എന്ന് പേരുള്ള, അഥവാ അഭ്യാസയോഗോ നാമ, അഭ്യാസയോഗം എന്ന് പേരുള്ള 6ാം അധ്യായം എന്നർത്ഥം. ഇങ്ങനെയാണ് 6ാം അധ്യായത്തിൻ്റെ ഒരു സാമാന്യ രൂപം. ശരി, നോക്കൂ, നമുക്ക് അവസാനിപ്പിക്കാം. അത് ശ്രീ ഭഗവാനുവാച അനാശ്രിതഃ കർമ്മഫലം കാര്യം കർമ്മ കരോതി യഃ സ സന്യാസീ ച യോഗീ ച ന നിരഗ്നിർന ചാക്രിയഃ യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യ സന്യസ്തസങ്കൽപ്പോ യോഗീ ഭവതി കശ്ചന ആരുരുക്ഷോർമുനിർയോഗം കർമ്മകാരണമുച്യത്തെ യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണമുച്യത്തെ യദാ ഹിനേന്ദ്രിയാർത്ഥേഷു ന കർമ്മസ്വനുഷജ്ജത്തെ സർവസങ്കൽപ്പസന്യാസി യോഗാരൂഢസ്തദോച്യത്തെ ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുഃ ആത്മൈവ രിപുരാത്മനഃ ബന്ധുരാത്മാത്മനസ്തസ്യ യേനാത്മൈവാത്മനാ ജിതഃ അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത് ജിതാത്മന പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂട്ടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യത്തെ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ സുഹൃന്മിത്രാര്യുദാസീനമധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശ യോഗീ യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ നിരാശീരപരിഗ്രഹഃ ശുചൗ ദേശേ പ്രതിഷ്ഠാപ്യ സ്ഥിരമാസനമാത്മനഃ നാത്യുച്ഛ്രിതം നാതിനീചം ശൈലാജിനകുശോത്തരം തത്രൈകാഗ്രം മനഃ കൃത്വാ യതചിത്തേന്ദ്രിയക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗമാത്മവിശുദ്ധയേ സമം കായശിരോഗ്രീവം ധാരയന്നചലം സ്ഥിരഃ സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശശ്ചാനവലോകയൻ പ്രശാന്താത്മാ വിഗതഭീഃ
ब्रह्मचारिव्रते स्थितः मनसंयम्य मच्चित्तो युक्त आसीद मत्परः युञ्जन्नेवं सदात्मानं योगी नियतमानसः शान्तिं निर्वाणपरमां मत्संस्थामधिगच्छति नात्यश्नतस्तु योगोऽस्ति न चैकान्तमनश्नतः न चादिस्वप्नशीलस्य जाग्रतो नैव चार्जुन युक्ताहारविहारस्य युक्तचेष्टस्य कर्मसु युक्तस्वप्नावबोधस्य योगो भवति दुःखः यदा विनियतं चित्तम् आत्मन्येवावतिष्ठते निःस्पृहः सर्वकामेभ्यो युक्त इत्युच्यते तदा यथा दीपो निवातस्थो नेङ्गते सोपमा स्मृता योगिनो यतचित्तस्य युञ्जतो योगमात्मनः यत्रोपरमते चित्तं निरुद्धं योगसेवया यत्र चैवात्मनात्मानं पश्यन्नात्मनि तुष्यति सुखमात्यन्तिकं यत्तद् बुद्धिग्राह्यमतीन्द्रियं वेत्ति यत्र न चैवायं स्थितश्चलति तत्त्वतः यं लब्ध्वा चापरं लाभं मन्यते नाधिकं ततः यस्मिन् स्थितो न दुःखेन गुरुणापि विचाल्यते तं विद्या दुःखसंयोग वियोगं योगसंज्ञितं स निश्चयेन योक्तव्यो योगो निर्विण्णचेतसा सङ्कल्पप्रभवान् कामान् त्यक्त्वा सर्वान् शेषतः मनसैवेन्द्रियग्रामं विनियम्य समन्ततः शनैः शनैरुपरमेद् बुद्ध्या धृति गृहीतया आत्मसंस्थं मनः कृत्वा न किञ्चिदपि चिन्तयेत् यतो यतो निश्चरति मनश्चञ्चलमस्थिरं ततस्ततो नियम्यैतद् आत्मन्येव वशं नयेत् प्रशान्तमनसं ह्येनं योगिनं सुखमुत्तमम् उपैति शान्तरजसं ब्रह्मभूतमकल्मषं युञ्जन्नेवं सदात्मानं योगी विगतकल्मषः सुखेन ब्रह्म संस्पर्शम् अत्यन्तं सुखमश्नुते सर्वभूतस्थमात्मानं सर्वभूतानि चात्मनि ईक्षते योगयुक्तात्मा सर्वत्र समदर्शनः यो मां पश्यति सर्वत्र सर्वं च मयि पश्यति तस्याहं न प्रणश्यामि स च मे न प्रणश्यति सर्वभूतस्थितं यो मां भजत्येकत्वमास्थितः सर्वथा वर्तमानोऽपि स योगी मयि वर्तते आत्मौपम्येन सर्वत्र समं पश्यति योऽर्जुन सुखं वा यदि वा दुःखं स योगी परमो मतः अर्जुन उवाच योऽयं योगस्त्वया प्रोक्तः साम्येन मधुसूदन एतस्याहं न पश्यामि चञ्चलत्वास्थितिं स्थिरां चञ्चलं हि मनः कृष्ण प्रमाधिबलवदृढं तस्याहं निग्रहं मन्ये वायोरिव सुदुष्करम् श्रीभगवानुवाच असंशयं महाबाहो मनो दुर्निग्रहं चलम् अभ्यासेन तु कौन्तेय वैराग्येन च गृह्यते असंयतात्मना योगो दुष्प्राप इति मे मतिः वश्यात्मना तु यतता शक्यो वाप्तुमुपायतः अर्जुन उवाच अयति श्रद्धयोपेतो योगाचलितमानसः अप्राप्य योगसंसिद्धिं
കാം ഗതിം കൃഷ്ണ ഗച്ഛതി കച്ഛിന്നോ ഭയവിഭ്രഷ്ട ഛിന്നാഭ്രമിവ നശ്യതി അപ്രതിഷ്ഠോ മഹാബാഹോ വിമൂഢോ ബ്രഹ്മണ പഥി ഏതന്മേ സംശയം കൃഷ്ണ ഛേത്വമർഹസ്യ ശേഷതഃ ത്വദന്യ സംശയസ്യാസ്യ ഛേത്താ ന ഹ്യുപപദ്യത്തെ. ശ്രീഭഗവാനുവാച പാർത്ഥ നൈവേഹ നാമുത്ര വിനാശസ്തസ്യ വിദ്യത്തെ ന ഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം तात ഗച്ഛതി പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഉഷിത്വാ ശാശ്വതി സമാഃ ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ടോഭിജായത്തെ അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മ യദീദൃശം തത്ര തം ബുദ്ധി സംയോഗം ലഭത്തെ പൗർവദൈഹികം യതതേ ച തതോ ഭൂയഃ സംസിദ്ധൗ കുരു നന്ദന പൂർവാഭ്യാസേന തേനൈവ ഹ്രിയത്തെ ഹ്യവശോപി സഃ ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തത്തെ പ്രയത്നാത്യതമാനസ്തു യോഗി സംശുദ്ധ കിൽബിഷഃ അനേകജന്മ സംസിദ്ധഃ തതോ യാതി പരാം ഗതിം തപസ്വിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാദ് യോഗി ഭവാർജുന യോഗിനാമപി സർവേഷാം മദ്ഗതേന അന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജത്തെ യോ മാം സമേ യുക്തതമോ മതഃ. ഓം തത്സദിതി ശ്രീമഹാഭാരതേ ശതസാഹസ്ര്യാം സംഹിതായാം വൈയാസിക്യാം ഭീഷ്മപർവണി ശ്രീമദ്ഭഗവദ്ഗീതാസൂപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ധ്യാനയോഗോ നാമ ഷഷ്ഠോധ്യായഃ. ഓം ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം.